belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. We are the army of Christ. We are Christ's army. We are the army of Christ. We are Christ's army. Not by sight, but by the faith we live. Not against flesh, not against flesh, but against the forces of darkness we fight. We are the army of Christ. We are the army of Christ. We are Christ's army. We are the army of Christ. We are the army of Christ. We are Christ's army. We are the army of Christ. We are Christ's army. ക്രൈസ്റ്റ് ആർമിയിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ത്യാഗം ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാവുന്ന ഒരു ജോയ് അത് എന്തുവാണെന്ന് അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. ജീസസ് നമുക്ക് വേണ്ടി കുരിശിൽ തൻ്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തു. സോ ഇന്ന് നമ്മൾ ക്രൈസ്റ്റ് ആർമിയോടൊപ്പം പഠിക്കാൻ പോകുന്ന വിഷയം സാക്രിഫൈസ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കാണുമ്പോൾ സിസ്റ്റർ ഒത്തിരി സന്തോഷം വരുന്നുണ്ട് മനസ്സിൽ. കാരണം നിങ്ങളുടെ ഈ പുഞ്ചിരി ഉണ്ടല്ലോ ശരിക്ക് ഹൃദയത്തെ ഒത്തിരി സന്തോഷം നൽകുന്ന പുഞ്ചിരിയാണ്. പലപ്പോഴും സിസ്റ്റർ ഓർത്തിട്ടുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ചിരിച്ച മുഖമല്ലേ എല്ലാവർക്കും ഇഷ്ടം? ഇങ്ങനെ വാടി തളർന്ന മുഖം ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമില്ല. നല്ല സന്തോഷമായിട്ട് പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന മുഖമാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇഷ്ടമുള്ളത് വേണം. ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോലെ ഇരിക്കുമോ? ഇല്ല. നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് വേണം. ഇഷ്ടമുള്ളത് ത്യാഗം ചെയ്യാൻ പലപ്പോഴും നമുക്ക് പറ്റില്ല. സിസ്റ്റർ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ത്യാഗത്തെക്കുറിച്ചാണ്, സാക്രിഫൈസിനെ കുറിച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയിൽ, സിസ്റ്ററുടെയും നിങ്ങളുടെ എല്ലാവരുടെയും തലമുറയിൽ നഷ്ടപ്പെട്ടു പോയ, നമ്മുടെ തലമുറയിൽ നഷ്ടപ്പെട്ട ഒരു മൂല്യം, ഒരു പുണ്യമാണ് ത്യാഗം എന്ന പുണ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധരാകണോ? എല്ലാവർക്കും വിശുദ്ധരാകാൻ ആഗ്രഹമുണ്ട്. ഈ പറയുന്ന സിസ്റ്ററിന് ഒത്തിരി ആഗ്രഹമുണ്ട് ഒരു വിശുദ്ധയായി സിസ്റ്റർ ആകണമെന്ന്. വിശുദ്ധരെല്ലാം ചെയ്തൊരു കാര്യമുണ്ട്, ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നവരാണ് വിശുദ്ധർ. ജീവിതത്തിൽ മുഴുവൻ ത്യാഗം പറയില്ലേ, സ്വന്തമായി സ്വീകരിച്ച് ദാരിദ്ര്യവും ത്യാഗവും പ്രാർത്ഥനയും ഒക്കെ സ്വന്തമായി സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്ന് അവർ അൾത്താരയിലിരുന്ന് നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അവർ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടാണോ അവർ വിശുദ്ധരായത്? മരിച്ചു കഴിഞ്ഞിട്ടല്ല അവർ വിശുദ്ധരായത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ വിശുദ്ധിയിൽ ജീവിച്ചത് കൊണ്ടാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ വിളിച്ചു. മരിച്ചു കഴിഞ്ഞിട്ട് ആരും വിശുദ്ധരാവുന്നില്ല കേട്ടോ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി തീരുന്നത്. കൊച്ചു ത്രേസ്യയുടെ കഥ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. കൊച്ചു ത്രേസ്യ രോഗിയായി കിടന്ന സമയത്ത് കൊച്ചു ത്രേസ്യ എന്ത് രോഗമായിരുന്നു? ട്യൂബർക്ലോസിസ്, TB ആയിരുന്നു, ക്ഷയരോഗമായിരുന്നു കൊച്ചു ത്രേസ്യക്ക്. കൊച്ചു ത്രേസ്യ ഒന്നും ചെയ്യാൻ പറ്റാതെ, അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈകളുണ്ടോ എഴുന്നേറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാൻ വേറൊരു സിസ്റ്റർ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു. ആ സമയത്ത് സൂചി കുത്തൂലെ, പിൻ ഡ്രസ്സ് ചെയ്യണ സമയത്ത് ഒരു പിൻ കുത്തുന്ന സമയത്ത് ആ സിസ്റ്റർ കാണാതെ അറിയാതെ എന്ത് ചെയ്തു? ബോഡി ശരീരത്തോട് ചേർന്ന് പിന്ന് കയറ്റി കുത്തി വെച്ചു. രാവിലെ കുത്തിയത് വൈകുന്നേരം വരെ കൊച്ചു ത്രേസ്യക്ക് വേണമെങ്കിൽ ബഹളം ഉണ്ടാക്കത്തില്ലായിരുന്നോ? വിശുദ്ധ ഒന്നും പറഞ്ഞില്ല, ഒരു പരാതിയും പറഞ്ഞില്ല. ആ കൊച്ചു സഹനം എന്ത് ചെയ്തു? ഒരു ത്യാഗമായി കരുതി. എൻ്റെ ഒരു സാക്രിഫൈസ്, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഈ വേദന സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ആരോടും പറഞ്ഞില്ല. വൈകുന്നേരം സെലിൻ ചേച്ചി വന്നപ്പോഴാണ് നോക്കുമ്പോൾ ഇവിടെ നനഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ഇതെന്താ പറ്റിയെന്ന് നോക്കിയപ്പോൾ
ഫുൾ ബ്ലഡായി ഇവിടെ, ചോര ഒലിച്ച് അത്രയും വേദന. നമ്മുടെ കയ്യിലൊക്കെ ഒരു മുള്ളു കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? വേദനിക്കും, നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ കൊച്ചു ത്രേസ്യ അത് ഈശോയ്ക്ക് വേണ്ടി സഹിച്ചു. വിശുദ്ധ അൽഫോൻസ് ലിഗോറി നല്ല ഭക്ഷണം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈശോയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത് അത് ടേസ്റ്റ് കുറയ്ക്കും. കുറേ ഉപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുമോ? ഇല്ല. പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളകൊക്കെ ഇട്ടാലേ നമ്മൾ കഴിക്കാം. ടേസ്റ്റ് മാറ്റി, ഇഷ്ടമില്ലാതെ കഴിക്കുന്ന പോലെ അതിൻ്റെ ടേസ്റ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യും? വിശുദ്ധൻ കഴിക്കും. ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സാക്രിഫൈസ്. കൊച്ചു ത്രേസ്യ ഒരു മിഠായി കിട്ടിയാൽ പോലെ എന്ത് ചെയ്യുന്നറിയോ? അത് അവിടെ മേശപ്പുറത്ത് വെച്ച് പറയും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. കൊച്ചു ത്രേസ്യക്ക് മിഠായി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ 1 മണിക്കൂറിന് വേണ്ടി അത് ത്യാഗം ചെയ്യും. 1 മണിക്കൂർ ഞാൻ കൺട്രോൾ ചെയ്തിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഇല്ലാത്തത് അതാണ്. സ്കൂളിൽ പോകണമെങ്കിലും പള്ളിയിൽ പോകണമെങ്കിലും വണ്ടി വേണം, അല്ലെങ്കിൽ മമ്മിയും പപ്പയും പറഞ്ഞാൽ അതൊന്നും ചെയ്യാവോ, അല്ലെങ്കിൽ നിങ്ങളുടെ സീരിയലോ നിങ്ങളുടെ ഗെയിംസോ നിങ്ങളുടെ വീഡിയോ ഗെയിം ഒന്നും ഉപേക്ഷിച്ച് അത് ചെയ്യാൻ പറ്റുമോ? ചെറിയ ത്യാഗം പോലും ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ വിശുദ്ധരെല്ലാം എന്ത് ചെയ്തവരാണെന്നറിയോ? ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കും. എത്രയോ വിശുദ്ധർ ചെരുപ്പില്ലാതെ നടന്നിട്ടുണ്ടെന്നറിയോ? ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി റോമിലേക്ക് മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ മലയും കുന്നൊക്കെ കയറി ഇറങ്ങുന്നത് എങ്ങനെയാ? ചെരുപ്പില്ലാതെ. അതൊക്കെ നിയോഗം വെച്ചാണ് അവർ ചെയ്യുന്നത്. മക്കളെ, നമുക്കും നല്ലൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിലും ചെറിയ ത്യാഗം ചെയ്താൽ മതി. നിങ്ങൾ വലിയ ത്യാഗം ചെയ്യണമെന്നൊന്നും സിസ്റ്റർ പറയില്ല. കുഞ്ഞു ത്യാഗം ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മൾ ഒത്തിരി മേക്കപ്പ് ചെയ്യുന്നവരായിരിക്കും. ഇച്ചിരി മേക്കപ്പ് ഒന്ന് കുറച്ച് നോക്കിക്കേ. ഈശോ തന്ന ഒറിജിനൽ ബ്യൂട്ടിയിൽ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യാം? കണ്ണാടിയിൽ വലിയ അധികം നോക്കാതെ ഒന്ന് പോകാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു ദിവസം അങ്ങനെ നിങ്ങൾക്ക് കാറ്റഗറിസം ക്ലാസ്സിലോ പള്ളിയിൽ വരാൻ പറ്റുമോ? എന്നും ബർത്ത്ഡേക്ക് ഡ്രസ്സ് മേടിക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്ന് എനിക്ക് ഡ്രസ്സ് വേണ്ട പപ്പ, ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് ഓർഫനേജിൽ ഒരു കുട്ടിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്താൽ മതിയെന്ന്. അതാണ് ത്യാഗം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് കിട്ടിയാലും എന്നാൽ ഇന്ന് ചേട്ടായിക്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ വേണ്ട ഇത് ഇല്ലാത്തൊരു കുട്ടിക്ക് കൊടുക്കാം. അങ്ങനെ എൻ്റേതായത് കൊടുക്കാനും ഇഷ്ടമുള്ളത് വേണ്ടാന്ന് വെക്കാനൊക്കെ പറ്റുമോ നമുക്ക്? വിശുദ്ധ ഡൊമിനിക് സാവിയോ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല. എങ്കിലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എന്ത് ചെയ്തു? ഒരു ഡോൺ ബോസ്കോയുടെ ഒറേറ്ററിയിൽ പോയിട്ട് ഡോൺ ബോസ്കോയുടെ കീഴിൽ ശിഷ്യനായിട്ട് ജീവിച്ചു. കൊച്ചു ത്യാഗങ്ങൾ. എല്ലാവരും കളിക്കാൻ പോകുമ്പോൾ ഈ കൊച്ചു മിടുക്കൻ വിശുദ്ധ ഡൊമിനിക് സാവിയോ എന്ത് ചെയ്യും? പറമ്പിൽ പോയിട്ട് പുല്ല് പറിക്കും, ഗാർഡനിൽ പോയി മറ്റ് വർക്കേഴ്സിന് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവൻ എന്ത് ചെയ്യും? എഴുന്നേറ്റ് രോഗികൾക്ക് വെള്ളവും മരുന്നും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ചെറിയ ത്യാഗങ്ങൾ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ഈശോയുടെ സ്നേഹത്തെ പ്രതി നമ്മളത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? അതൊരു വലിയ പുണ്യമായി മാറും. ആ പുണ്യങ്ങളെല്ലാം സ്വർഗത്തിൽ എഴുതപ്പെടും. ഇന്ന് തോമസ് ചെയ്ത പുണ്യം ഇത്രാം തീയതി ഈ സമയത്ത് തോമസ് ചെയ്ത പുണ്യം എഴുതി വെക്കും. അപ്പം നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ ഈ പുണ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഉണ്ടാകും. ഈശോയെ പ്രീതിപ്പെടുത്താൻ വിശുദ്ധരെല്ലാവരും അങ്ങനെയായിരുന്നു. എങ്ങനെ ഈശോയെ പ്രീതിപ്പെടുത്താം എന്ന് വിചാരിച്ച് നടന്നവരാ. വിശുദ്ധ റൊസെല്ല മുള്ളരഞ്ഞാണം ധരിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങി. മുള്ളരഞ്ഞാണം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സിസ്റ്റർ പോലും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് ആരും കണ്ടിട്ടില്ല. പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ത്യാഗം ചെയ്ത് അവർ പറയില്ലേ സെൽഫ് മോർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുള്ളറിയോ? റോസിൻ്റെ മുള്ള് കണ്ടിട്ടുണ്ടോ? അതിന് മുള്ളിങ്ങനെ അതുപോലെ അതൊരു പറയില്ലേ ചങ്ങല പോലത്തെ ഒരു സാധനം മുള്ളുകൊണ്ട്, എന്നിട്ട് അത് അരയിൽ കെട്ടും അവർ. അപ്പോൾ കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖമല്ലേ? അല്ലേ? നമ്മൾ ബെഡിൽ കിടക്കണ പോലെ നല്ല സുഖം ഉണ്ടാവില്ലേ മുള്ളുമ്മ കിടക്കുമ്പോൾ? വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രലോഭനം വരുമ്പോൾ, ടെംപ്റ്റേഷൻ വരുമ്പോൾ എന്ത് ചെയ്തതെന്നറിയോ? ഗാർഡനിൽ പോയി റോസാ ചെടിയില്ലേ, ആ റോസാ ചെടിയുടെ ഉള്ളിൽ കിടന്ന് ഉരുളും. എന്തിനാ? ടെംപ്റ്റേഷൻ അതായത് പാപം ചെയ്യാതിരിക്കാൻ, ആ ടെംപ്റ്റേഷനെ നേരിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഫുള്ള് ചാക്ക് ഡ്രസ്സ് ഇട്ടിട്ടല്ല ഉരുളണേ, ഫുൾ ഡ്രസ്സ് ഊരിയിട്ട് അപ്പം ആ മുള്ളൊക്കെ ഇങ്ങനെ കുത്തിക്കയറും. സെൽഫ് മോർട്ടിഫിക്കേഷൻ. സ്വയം എന്ത് ചെയ്യുക? സ്വയം നിഗ്രഹം എന്ന് പറയും മലയാളത്തിൽ. നമ്മൾ ത്യാഗവും സ്വയം നിഗ്രഹമൊക്കെ ചെയ്ത് ഈശോയെ കാഴ്ചവെക്കുക ഈശോയ്ക്ക് വേണ്ടിയിട്ട്. വിശുദ്ധരെല്ലാവരും അങ്ങനെ ചെയ്താണ് സ്വർഗത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. നമുക്കെല്ലാവർക്കും വിശുദ്ധരാകണ്ടേ? ആകണോ? നമുക്കെല്ലാവർക്കും വിശുദ്ധരാകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വിശുദ്ധരാകാൻ നമുക്കൊരു തീരുമാനം എടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ത്യാഗം ചെയ്യാൻ പഠിക്കാം.
ഇഷ്ടമുള്ളത് വേണ്ടാന്ന് വെക്കാനും, ഒത്തിരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പങ്കുവെക്കുവാനും, പരസ്പരം ക്ഷമിക്കുവാനും, ചെറിയ ചെറിയ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെച്ച് നോക്കിയാൽ ഈ ആഴ്ച ഞാൻ ചോക്ലേറ്റ് കഴിക്കില്ല. എന്തിനു വേണ്ടി കഴിക്കില്ല? നിയോഗം വെച്ച് ത്യാഗം ചെയ്യണം. ഇന്ന് നവംബർ മാസമാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഒരു മാസം ചോക്ലേറ്റ് കഴിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മമ്മിയുടെ രോഗം മാറാൻ നമ്മൾ സാക്ഷ്യം കേൾക്കുന്നില്ലേ? ക്രൈസ്റ്റ് ആർമി റിട്രീറ്റിന് വന്ന കുഞ്ഞുങ്ങളും അല്ലാതെ ഒത്തിരി പേർക്ക് ദൈവം നൽകിയ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ എന്താണ്ടാണ് ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെടുക. അതിനുവേണ്ടി അവർ പലതും കാഴ്ചവെക്കുക. അവർക്കുള്ള ചിലർ ബൈബിൾ വായിക്കുന്നു, ചിലർ ത്യാഗം ചെയ്യുന്നു, ചിലർ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, നിയോഗം വെക്കുന്നു. അതുപോലെ നമുക്കും ത്യാഗം ചെയ്യാൻ. നിങ്ങൾ റെഡിയാണോ ത്യാഗം ചെയ്യാൻ? അപ്പോൾ ത്യാഗം ചെയ്ത് പുതിയൊരു തലമുറ നമുക്ക് സൃഷ്ടിക്കാം അല്ലേ? പണ്ട് വിശുദ്ധരെ ജീവിച്ചതുപോലെ ത്യാഗം ചെയ്യാനും വേണ്ടെന്ന് വെക്കാനും, ഇഷ്ടമുള്ളത് വേണ്ടെന്ന് വെച്ച് അത് കാഴ്ചവെച്ച് പുണ്യം സമ്പാദിക്കാനും നമുക്ക് ശ്രമിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഈശോയെ ദൈവസ്നേഹത്തെ പ്രതി ത്യാഗം ചെയ്യുവാനും, ഇഷ്ടമുള്ളത് വേണ്ടെന്ന് വെക്കുവാനും, അതുവഴി വിശുദ്ധി പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണേ. ഇപ്പൊ സാക്രിഫൈസ് ചെയ്യാൻ തോന്നുന്നില്ലേ? ഒരു അനുഭവം കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാകും. എൻ്റെ പേര് അലോന ബ്രിട്ടുവാ. ഞാൻ മാങ്കോട് പാരിഷിൽ നിന്നാണ് വരണത്. ഞാനിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ പപ്പ, മമ്മി, പിന്നെ ചേച്ചിയും ഉണ്ട്. ഞാൻ പേഴ്സണൽ പ്രെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയെന്ത് ഞാൻ സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ ഞാൻ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ത് വല്ലതും ചോക്ലേറ്റ് വല്ലതും കിട്ടിയാൽ ഞാനത് സാക്രിഫൈസ് ചെയ്യും സോൾസ് ആൻഡ് പെർഗേറ്ററിക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, കാരണം ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ ശേഷം അത് മറ്റവർക്കും ഹെൽപ്പ് ആവും, പിന്നെ ഞങ്ങൾക്കും അതിൻ്റെ ഗ്രേസ് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ അത് ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഞാനിപ്പോൾ അമ്മ ഭക്ഷണം തരുമ്പോഴും ഞാൻ അത് ഡീക്കൻസ്, പ്രീസ് അവരൊക്കെ എന്ത് ബുദ്ധിമുട്ടിട്ടാണ് പോകുന്നത്. പിന്നെ സെയിൻസും അങ്ങനെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും. സാക്രിഫൈസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ആദ്യം ഒരു വചനം പഠിക്കാം. വിശുദ്ധ ലൂക്ക 9:34. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. Way
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. വിൽ സീ യു അഗൈൻ നെക്സ്റ്റ് വീക്ക് സെയിം ടൈം. ബൈ. Born by his blood,